മജ്ലിസിലുണ്ടോ ആ ദുആ നടക്കുന്ന മജ്ലിസിൽ റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. ഞാൻ പറയല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ കാരണം? ഇവൻ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട, അല്ലാഹു എനിക്ക് ചേർക്കണമെന്ന് പറഞ്ഞ കുടുംബ ബന്ധം മുറിച്ചവനാണ്. അല്ലേ? നിങ്ങൾ നോക്ക്. അപ്പൊ ഏത് മജ്ലിസാ സ്വീകരിക്കുക? അപ്പൊ ഇതൊക്കെ ഈ മജ്ലിസുകളൊക്കെ ഒരു കാട്ടിക്കൂട്ടലുകൾ അല്ലേ? ഒരു കാട്ടിക്കൂട്ടലുകളുടെ പരിപാടിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ ഖൽബ് ശുദ്ധിയാകുന്നില്ല, മനസ്സ് ശുദ്ധിയാകുന്നില്ല. കുടുംബബന്ധം മുറിച്ചവൻ, മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവൻ, മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ, പലിശ തിന്ന് പലിശ തിന്നുന്നവൻ, അവിന്നമ്മാമി നമീമത്ത് പറയുന്നവൻ, പറഞ്ഞവൻ തൗബ ചെയ്തിട്ടില്ല. ഇവരാരും തൗബ ചെയ്തിട്ടില്ല. തൗബ ചെയ്തവനൊക്കെ എന്നിട്ടോ ഈ മജ്ലിസ് കഴിഞ്ഞ് പിറ്റേന്നും നന്നാകണമെന്നുള്ള ചിന്ത നമുക്ക് വരുന്നില്ലല്ലോ. നമ്മൾ ഈ മജ്ലിസിലൊക്കെ പങ്കെടുത്ത് 27 രാവിലെ നാളെ നോമ്പ് വച്ചിട്ട് ഞാൻ അവനോട് നന്നാവട്ടെ, സലാം പറയട്ടെ എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരാത്തത് കൊണ്ട് എന്താ നമ്മൾ ദുആ സ്വീകരിച്ചില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ നന്നാവാൻ ശ്രമിക്കുക. റജബ് നൽകുന്ന പാഠം അതാണ്. നിസ്കരിക്കണം. നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ അഡ്രസ് ഇല്ല. അതാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. മുസ്ലിമിന്റെ ഐഡന്റിറ്റി നിസ്കാരമാണ്. പേരുകൊണ്ടല്ല ഇവിടെ സ്ഥാനം, പേരല്ല ഇവിടെ പ്രധാനം. പേരെന്തുമാകാം, നിസ്കാരം ഉണ്ടോ അവനാണ് ഐഡന്റിറ്റി. അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത്. നാളെ മഹ്ശറിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക നിസ്കാരത്തിനെ സംബന്ധിച്ചാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. നമ്മളൊക്കെ നിസ്കരിക്കുക, 5 വക്ത് കൃത്യമായി നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക, ഭാര്യയോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക, ഭർത്താവിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. അങ്ങനെ നിസ്കാരം യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഇബാദത്താണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ആ നിസ്കാരത്തിന്റെ വാർഷികവും കൂടിയാണ് ഈ മഹത്തായ റജബ്. ഈ റജബ് 27 രാവ് ഇന്നലെ കഴിഞ്ഞു. ഇന്ന് 27ന്റെ നോമ്പാണ്. നല്ലപോലെ ദിക്റുകളും സലാത്തുകളും ഹസ്ബുനല്ലാഹു നിഅമ ഹസ്ബിയല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ദിക്റുകളൊക്കെ അധികരിപ്പിച്ച് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സദഖകളൊക്കെ ചെയ്ത്, ഉമ്മാനെയൊക്കെ വിദേശത്തുള്ളവരാണെങ്കിൽ ഉമ്മാനെ വിളിച്ച് സന്തോഷം പ്രകടിപ്പിക്കുക, ഉപ്പാനെ വിളിക്കുക. ആ നാട്ടിലുള്ളവരാണെങ്കിൽ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ ഒന്ന് സന്ദർശിക്കുക. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ ഖബറിന്റെ അരികത്ത് പോയിട്ട് ഒന്ന് സലാം പറഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു വരിക. അതൊക്കെ വലിയ റാഹത്താണ്, വലിയ സന്തോഷമാണ്. ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല, നമുക്ക് സന്തോഷമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. ഇന്നലെയും മനഞ്ഞാന്നുമൊക്കെ അതാ ചെറുപ്പക്കാരായ ആളുകൾ, 31-32 വയസ്സായ ആളുകൾ അറ്റാക്ക് ആയിട്ടും അല്ലാതെയും മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ് കൊണ്ടിരിക്കുന്നു, അപകടത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, മനഞ്ഞാന്ന് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലെ